CPM BJP മോഹങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയാണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. വിഴിഞ്ഞം വാർഡിലെ വിജയമുറപ്പാക്കി സ്വന്തം നിലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാമെന്ന BJPയുടെ പ്രതീക്ഷയ്ക്കും സീറ്റ് നിലനിർത്തി തങ്ങളുടെ കോട്ടകൾക്ക് ഒരിളക്കവും സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കാനുള്ള CPM മോഹങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ വിഴിഞ്ഞം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. UDF സ്ഥാനാർത്ഥി KH സുധീർ ഖാൻ 83 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. LDFന്റെ സിറ്റിംഗ് സീറ്റാണ് UDF പിടിച്ചെടുത്തത്. ഇതോടെ UDFന് തിരുവനന്തപുരം നഗരസഭയിൽ 20 സീറ്റായി. കഴിഞ്ഞ തവണ 10 സീറ്റായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് ഉണ്ടായിരുന്നത്. വിഴിഞ്ഞം കൂടി നേടിയതോടെ സീറ്റിന്റെ എണ്ണം ഇരട്ടിയാക്കാനായതാണ് ഇത്തവണത്തെ UDFന്റെ എടുത്തു പറയേണ്ട നേട്ടം. LDF സ്ഥാനാർത്ഥി N നൌഷാദിന് 2819 വോട്ടും NDA സ്ഥാനാർത്ഥി സർവശക്തിപുരം ബിനുവിന് 2437 വോട്ടും ലഭിച്ചു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു എന്ന് വ്യക്തം. CPM മുൻ കൗൺസിലറും LDF വിമതനുമായ NA റഷീദ് 118 വോട്ട് നേടിയത് LDFന് വൻ തിരിച്ചടിയായി. ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ മാറിമറിയുമായിരുന്നു. LDFൽ നിന്ന് UDF വിഴിഞ്ഞം തിരിച്ചുപിടിച്ചത് 83 വോട്ടുകൾക്ക് മാത്രമെന്ന് കാണുന്നിടത്താണ് NA റഷീദ് ഉണ്ടാക്കിയ മുറിവിന്റെ ആഴം മനസ്സിലാകുന്നത്. പക്ഷേ വാർഡിനപ്പുറത്തേക്ക് നോക്കിയാൽ ആർക്ക് നേട്ടം ആർക്ക് കോട്ടം, അതൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്നാണ് വിഴിഞ്ഞം വാർഡിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ വോട്ടെടുപ്പിന്റെ തലേ ദിവസം മരിച്ചതിനെ തുടർന്നാണ് വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പ് മാറ്റിയത്. മുൻ ഏരിയ പ്രസിഡന്റും വിഴിഞ്ഞം ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന സർവശക്തിപുരം ബിനുവായിരുന്നു BJP സ്ഥാനാർത്ഥി. 50 സീറ്റുകൾ നേടി ഭൂരിപക്ഷത്തിന് 1 സീറ്റ് കുറവുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം നടത്തുന്ന BJPക്കാണ് ഈ വിഴിഞ്ഞം സീറ്റിലെ ജയം ഏറ്റവും നിർണായകമായിരുന്നത്. വിഴിഞ്ഞത്തെ തോൽവി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കിണഞ്ഞു ശ്രമിച്ച BJPയുടെ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ്. വിഴിഞ്ഞത്ത് BJP ശക്തമായി ഇറങ്ങിയതോടെ വാർഡിൽ ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയുമുണ്ടായിരുന്നു. BJPയുടെ കാടിളക്കിയുള്ള പ്രചാരണത്തിന് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല എന്നത് വ്യക്തം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ശക്തമായ പ്രചാരണം നടത്തിയെങ്കിലും വോട്ടർമാരുടെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് അനുമാനിക്കാം. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികളെ BJP ഫണ്ട് ചെയ്തു എന്ന ആരോപണമുണ്ടായിരുന്നു. അതിനും BJPയുടെ തോൽവി ഒഴിവാക്കാനായില്ല. BJPയുടെ വർഗീയ പ്രചാരണങ്ങൾക്കുള്ള തിരിച്ചടി എന്ന നിലയിലും വിഴിഞ്ഞത്തെ ഫലം വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. കേവല ഭൂരിപക്ഷം തികയ്ക്കാമെന്ന BJPയുടെ പ്രതീക്ഷകൾ ഈ തെരഞ്ഞെടുപ്പോടെ അസ്തമിച്ചു. സ്വതന്ത്രൻ പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായാൽ അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ടി വരും. ഭരണത്തിലുള്ള 5 വർഷവും ആ ഭീതിയിൽ കഴിയണം. സീറ്റ് നിലനിർത്താൻ മത്സരത്തിനിറങ്ങിയ LDFനും കനത്ത തിരിച്ചടിയായി മാറി വിഴിഞ്ഞത്തെ UDF സ്ഥാനാർത്ഥിയുടെ ജയം. ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് മറ്റു സീറ്റുകളിൽ CPMനും മുന്നണിക്കും ക്ഷീണമായത് എന്ന വിലയിരുത്തലുകളെ വിഴിഞ്ഞത്തെ ജയം കൊണ്ട് നേരിടാമെന്ന് കണക്കുകൂട്ടിയിരുന്നു. പക്ഷേ അതിന് ഇനി സാധിക്കില്ല. CPM മുൻ കൗൺസിലറും LDF വിമതനുമായ NA റഷീദ് നേടിയ 118 വോട്ട് മൊത്തം ചിത്രത്തെ മാറ്റിമറിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയും പരാതിയും ഇവിടെയും LDFനെ തളർത്തിയെന്ന് കാണാം. 2015 കോൺഗ്രസിൽ നിന്നും LDF വിഴിഞ്ഞം സീറ്റ് പിടിച്ചെടുത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കയ്യിലിരുന്ന സീറ്റ് നഷ്ടപ്പെടുത്തുക എന്ന തരംഗം CPM ഇവിടെയും ആവർത്തിച്ചു എന്ന് പറയാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 29 സീറ്റുകൾ നേടി 2ാം സ്ഥാനത്തുള്ള LDFന് വിഴിഞ്ഞത്ത് ജയിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് മുന്നണിക്ക് ആത്മവിശ്വാസം നൽകുമായിരുന്നു. അത് ഉയർത്തിക്കാട്ടി തിരുവനന്തപുരം ജില്ലയിലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാമായിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആത്മവിശ്വാസം തരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലഭിക്കാനില്ല. BJPയുടെ മണി പവറിനെ മറികടന്നാണ് KH സുധീർ ഖാൻ ജയിച്ചത് എന്ന് പറയാം. CPMും BJPയും കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പണമൊഴുക്കി എന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. 10 വർഷത്തിന് ശേഷം LDFൽ നിന്ന് വിഴിഞ്ഞം സീറ്റ് തിരികെ പിടിച്ചതിൽ ഭരണവിരുദ്ധ വികാരം പ്രധാന വിഷയമായി എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. വിഴിഞ്ഞം പദ്ധതി അവരുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് CPMും BJPയും കടിപിടി കൂടുമ്പോൾ പദ്ധതി കൊണ്ടുവന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കാണ് ജനം വോട്ട് ചെയ്തത് എന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രിയാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് എങ്കിലും ജനങ്ങളുടെ മനസ്സിൽ
അതിന്റെ തുടക്കക്കാരനായ ഉമ്മൻചാണ്ടി തന്നെയെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. വിഴിഞ്ഞത്തെ വിജയം വഴി തിരുവനന്തപുരം കോർപ്പറേഷനിലെ അംഗങ്ങളുടെ എണ്ണം 19 നിന്ന് 20 ഉയർത്താൻ കോൺഗ്രസിനും UDF-നും കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കൂടുതൽ ഊർജം നൽകുന്നതാണ് ഈ ഒരു ജയം. കേരളത്തിലെമ്പാടും അലയടിക്കുന്ന കോൺഗ്രസ് തരംഗത്തിന്റെയും ഭരണവിരുദ്ധ വികാരത്തിന്റെയും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഉയർത്തിക്കാട്ടുകയാണ് കോൺഗ്രസ് ഈ വിജയത്തെ.